ഇക്കൂട്ടത്തിൽ ആരാ നല്ല പ്രായമുള്ള ഏജ്ഡ് ആയിട്ടുള്ളത്? ചേട്ടനാണോ? ചേട്ടനാ പുള്ളിക്ക് പോലും അത് മനസ്സിലായില്ല. ചേട്ടാ ഒരു കാര്യം ചെയ്യൂ, വെറുതെ ചുമ്മാ ഒന്ന് കണ്ണിൽ നോക്കിയിട്ടെ. ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ ആളിന് ചിലപ്പോൾ പേഴ്സണലി അറിയുന്ന ആളാണെങ്കിൽ ചിലപ്പോൾ ആൾ ഇനിയിപ്പോൾ TV കാണുമ്പോഴത്തേക്ക് ഇനിയിപ്പോൾ വിഷമമായാലോ. ഒരു കാര്യം വെറുതെ ആ ഒരാളുടെ പേര് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് പേരല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാദ്യോപകരണമായിട്ട് അങ്ങനെ എന്തെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പേരാണെങ്കിൽ അപ്പുറത്ത് കിട്ടിയെന്ന് തോന്നുന്നു. എല്ലാവരും തയ്യാറായിക്കോളൂ, എന്നും സംഭവിക്കാം. തുടങ്ങുന്നതിന് മുമ്പ് ദൈവമേ പണി പാടില്ലോ. അത് ഞാൻ പറഞ്ഞതൊന്ന് ക്ലിയർ ആക്കി എനിക്ക് മനസ്സിലായില്ല. അല്ല, ഞാൻ ചോദിച്ചതേ ഒരു കൈൻഡ് ഓഫ് ഏതെങ്കിലും ഒരു വാദ്യോപകരണമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ എന്തെങ്കിലും ഒരു നെയിം ആണോ മനസ്സിലിപ്പോ? ഞാൻ പേര് പറയാൻ അപ്പൊ ശരിക്കും ഉള്ളതല്ലേ? ഒരു സംശയമല്ലേ ഉള്ളായിരുന്നുള്ളൂ. കണ്ടുപിടിച്ചു. സംശയമല്ലേ ഉള്ളായിരുന്നുള്ളൂ. അതെ, ദിസ് ഈസ് മൈ റൗണ്ട്. വെറുതെ കളിക്ക് തുടങ്ങിയ ബന്ധമാണ് ചേട്ടാ. ഇതിന്ന് നീ എങ്ങനെ വേഗം ഊരാന്ന് വിചാരിക്കണ്ട. നിന്നെ ഊരിക്കത്തില്ല തെണ്ടി, നീ ഊരുന്നൊന്ന് കാണണ്ട. ഞാനിപ്പോ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ പ്രശ്നമായാലും ഒരു കാര്യം ഇത് കുടുംബം കലക്കുന്ന ഒരു റൗണ്ടാണ് ഈ സാധനം. ഇത്രയും വെച്ചത് പോരാടാ, ഇനിയും വെക്കണം. ഇനി അടുത്തത് നമ്മൾ ഇതിന്റെ ഇണ ചേർക്കുന്ന ഒരു പരിപാടിയുണ്ട്, ഒരു ടൈപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ചെയ്യണോ? അത് സാധാരണ നമ്മൾ നോക്കാലോ. നമുക്ക് ഒരു കാര്യം ചെയ്യോ? ഇപ്പൊ കലങ്ങാണെങ്കിൽ സൂപ്പർ ലോട്ടോ അടിച്ചിട്ട് നിന്റെ മുഖത്ത് എന്താടാ ഒരു കൊന്തളിപ്പ്? കണ്ണടച്ചിട്ട് ഞാനൊരു കഥ പറയാം. ആ കഥ വെറുതെ ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങളുടെ രണ്ടുപേരുടെയും സ്വകാര്യമായിട്ടുള്ള നിമിഷങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള, ഏറ്റവും മധുരിക്കുന്ന ഓർമ്മകളിൽ മനസ്സിലേക്ക് ഇപ്പൊ കടന്നു വരുന്ന ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരുപാട് മൊമെന്റ്സ് ഉണ്ടാവും. ആ മൊമെന്റ്സിൽ മനസ്സിലേക്ക് കടന്നു വരുന്ന ചില മൊമെന്റ്സ് അതിലെ ഒരു പിക്ചർ ബൈ പിക്ചറായിട്ട് ഇങ്ങനെ ഒന്ന് ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരാൻ പറ്റും. ഞാൻ പറയുന്ന സമയത്ത് ഇഫ് ഐ എം റൈറ്റ് ഐ വാണ്ട് യു ടു സ്റ്റാൻഡ് അപ്പ്. ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം. ഇപ്പോഴല്ല, ഞാൻ പറയുന്നത് ശരിയായി കഴിഞ്ഞാൽ ഒന്ന് വെറുതെ അവിടെ നിന്ന് എഴുന്നേറ്റ് നിൽക്കണം. ഇമാജിൻ യു ആർ ട്രാവലിംഗ്. ഇവിടുത്തെ ഏറ്റവും അടുത്തുള്ള ഒരു എയർപോർട്ടിൽ നിന്ന് നിങ്ങൾ ഫ്ലൈറ്റ് കയറി നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള നിങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആ ഒരു എയർപോർട്ടിൽ ചെന്ന് ആ ഒരു ഡെസ്റ്റിനേഷനിൽ ഇറങ്ങി അവിടെ നിങ്ങൾക്കൊരു ബോർഡ് കാണാം, വെൽക്കം ടു സിംഗപ്പൂർ. അവിടെ നിന്ന് അത് പോയതിനൊരു റീസൺ ഉണ്ട്. ആ റീസൺ മാത്രം മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരിക്കുമോ? നമുക്കിത് കണക്ട് ചെയ്ത് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കേട്ടോ. അതായത് ഇപ്പോൾ എന്തുകൊണ്ടാണിത്, അവർ കപ്പിൾസ് ആണല്ലോ, അപ്പോൾ കൈൻഡ് ഓഫ് അതിൽ മെൻ്റലിസത്തിൻ്റെ ക്രെഡിറ്റ് വേണമെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ടുള്ള ഒരു ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ട്രിപ്പാണെന്നുണ്ടെങ്കിൽ ആണോ? യെസ് ആണ്. താങ്ക് യു. അടിപൊളി. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.